നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 15-ാം തീയതി. ജനുവരി 15, 1200-ാം ആണ്ട് മകരമാസം 2-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ബുധനാഴ്ച. ബുധൻ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ബുധനാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ നക്ഷത്രമാവട്ടെ പൂയ നക്ഷത്രം. ഇപ്പോൾ ബുധനാഴ്ചയും പൂയ നക്ഷത്രവുമായി വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന് എന്നറിയുക. വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. സന്തോഷപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാം. കാരണം നല്ല ദിവസം, നല്ല നക്ഷത്രം എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് ശുഭപ്രദമായ ദിവസമാണ്. ശരിക്ക് മകരമാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ള, അതായത് പൂയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഉദ്യോഗമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ പേടിക്കേണ്ട. ജോലിക്ക് ശ്രമിച്ചാൽ മതി, ജോലി കിട്ടും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ പ്രമോഷന് വേണ്ടി കിട്ടാതെ DU ആയി നിൽക്കുന്നവർക്ക് ഒരു പ്രയാസവും വേണ്ട, നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും. ഇല്ല, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് കുറേ കാലമായി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ സമയമാണ്. അതേപോലെ പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ്. അവളുടെ നേട്ടഭാവത്തെ കൊടുക്കുന്ന കാലഘട്ടവും കൂടിയാണ്. ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും സന്തോഷപ്രദമായ വർഷമായിരിക്കും. നിങ്ങൾ ഉപരിപഠനത്തിനായാലും ശരി, നിങ്ങൾ പഠിക്കുന്നതിന് നല്ല റിസൾട്ടിനെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഒരു സന്തോഷപ്രദമായ അവസ്ഥ. ഇപ്പോൾ നമുക്ക് ഫലങ്ങൾ യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബുധനെ പ്രീതിപ്പെടുത്തണം. ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണ സ്വാമിയും മഹാലക്ഷ്മിയാണ്. അടുത്ത് ഭഗവതിയുടെ നടയിൽ പോവുകയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ബുധനാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല അർച്ചനയൊക്കെ നടത്തി പോവുക. അതിനൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 12:34 രാവുകാലം തുടങ്ങുകയുള്ളൂ. 2 മണി വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ വലിയ വ്യത്യാസത്തിലാണ് രാവുകാലം കടന്നു പോണേ. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഗുളികകാലം 11:08 തൊട്ട് 12:34 വരെയും, യമകണ്ഠകാലം 8:16 തൊട്ട് 9:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 12:10 തൊട്ട് 12:58 വരെയാണ്. ഈ സമയം രാഹുവിൻ്റെയൊക്കെ ബന്ധമുള്ള സമയമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. അതുപോലെ ഇന്നും നിങ്ങൾ വസ്ത്രധാരണം നടത്തുമ്പോൾ വളരെ നോക്കി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് പച്ച മിക്സായിട്ടോ പച്ച കളറായിട്ടോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോണത് നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി കയറാനും പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് വിജയിക്കാനും നമുക്ക് ശ്രദ്ധിക്കപ്പെടാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.